നമ്മുടെ ഈ പയ്യാമ്പലം സ്മൃതി കുടീരം എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾ, സാംസ്കാരിക നേതാക്കൾ, കലാരംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെയുള്ള നേതാക്കൾ, ഭരണരംഗത്തുള്ളവർ, അതിലേറ്റവും പ്രധാനം കണ്ണൂരിലും കേരളത്തിലും ജനകീയരായി അറിയപ്പെടുന്ന എല്ലാ നേതാക്കളും ഇവിടെയുണ്ട്. സഖാവ് നായനാർ, കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ ജനങ്ങളുടെ കണ്ണിലുണ്ണിയെന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന നേതാവിൻ്റെ സ്മൃതി കുടീരത്തിലും, നമ്മുടെ സഖാവ് കോടിയേരി, അസുഖം മൂലം ഈ കഴിഞ്ഞ ഒരു വർഷം മുൻപ് മാത്രം അന്തരിച്ചു പോയ സഖാവ് കോടിയേരി, തൊഴിലാളി വർഗത്തിൻ്റെ അമരക്കാരും CPM-ൻ്റെ നേതാക്കളുമായ സഖാവ് ചടയൻ, സഖാവ് ഗോഭരതൻ, ഇവരുടെ എല്ലാം സ്മൃതി കുടീരത്തിൽ കരിയോയിലല്ല, രാസപദാർത്ഥം വേറെ എന്തോ ആണ്, ഇനി മായ്ച്ചാലും അത് അവിടെ നിൽക്കില്ല. പക്ഷേ മറ്റൊരു സ്മൃതി കുടീരത്തിലും നിങ്ങൾക്ക് കോൺഗ്രസിൻ്റെയോ BJP-യുടെയോ സാംസ്കാരിക ഒരാളുടെയും സ്മൃതി കുടീരത്തിൽ ഇത് ഒഴിച്ചിട്ടില്ല. അതിനർത്ഥം ഇതിലൂടെ കണ്ണൂർ ജില്ലയിലെ ശാന്തമായ അന്തരീക്ഷം തകർക്കണം. ജനങ്ങളെ പ്രത്യേകിച്ച് അറിയാലോ, നായനാരുടെ മുഖത്തും കോടിയേരിയുടെ മുഖത്തൊക്കെ കരിയോയിൽ ഒഴിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഇളകുന്ന ജനങ്ങളും പ്രവർത്തകരുണ്ട്. പക്ഷേ പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അലങ്കോലപ്പെടുത്തുക എന്ന ലക്ഷ്യം ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങേറ്റം പ്രതിഷേധാർഹവും നിന്ദ്യവുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ആര് തന്നെയായാലും ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട്. ഇത് തീർച്ചയായും ഇതിൽ ശക്തമായ പ്രതിഷേധം കണ്ണൂർ ജില്ലയിൽ മുഴുവൻ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത് അങ്ങേറ്റം നീചമാണ്. ഇത് ചെയ്തതാരായാലും സ്വന്തം ഇവിടെ അവരുടെ നേതാക്കളുടെ എല്ലാം സ്മൃതി കുടീരം ഉണ്ടാവും. പക്ഷെ അവിടെയൊന്നും ഇല്ലാതെ ഇവിടെ മാത്രം CPM-ൻ്റെ നേതാക്കളുടെ നേരെ മാത്രം നടത്തിയ ആക്രമണമാണിത്. അങ്ങേയറ്റം അപലപനീയമാണിത്, പ്രതിഷേധാർഹവുമാണ്. ഇല്ല, നമ്മൾ അറിഞ്ഞിട്ട് ഉടനെ വന്നതാണ്. ഇപ്പോഴാരെയും നമുക്ക് സംശയിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയും പറയാനും പറ്റില്ല.